കർഷക കോൺഗ്രസിലെ തമ്മിലടി അവസാനിക്കുന്നില്ല. കർഷക കോൺഗ്രസ് നേതാവിന്റെ തല ഫ്ലെക്സിൽ നിന്നും വെട്ടിയതിനെ തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ കേസെടുത്തതിന് പിന്നാലെ വീണ്ടും പരാതി. രാപ്പകൽ സമരത്തിന്റെ പേരിൽ നിരോധിത ഫ്ലെക്സ് പൊതുവിടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും സ്ഥാപിച്ചതിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം പോലീസിനും പഞ്ചായത്തിനും പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടത്തെ കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടന്നത്. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് കർഷക കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തത്. കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റും ചേർന്ന് കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായ കുന്നുവിള ജോയിയുടെ ചിത്രങ്ങൾ ഫ്ലെക്സിൽ നിന്നും വെട്ടിമാറ്റിയതായി കണ്ടതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട പ്രശ്നം രമ്യതയിൽ പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേസുമായി കർഷക കോൺഗ്രസ് മുമ്പോട്ട് പോയത്. ഇതിനെ തുടർന്ന് കേസിലെ പ്രതികളായ നേതാക്കളെ വിളിച്ചു വരുത്തി പോലീസ് വിശദീകരണവും തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തന്നെ രാപ്പകൽ സമരത്തിന്റെ സംഘാടക സമിതിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രകൃതിക്ക് ദോഷകരമായ ഫ്ലെക്സ് വിവിധ മേഖലകളിൽ സ്ഥാപിച്ചുവെന്നും അനുവാദം വാങ്ങാതെ KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ അടക്കം വ്യാപകമായി ഇവ സ്ഥാപിച്ചെന്നുമാണ് ആരോപണം. ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നാണ് നിയമലംഘനം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, നെടുങ്കണ്ടം പോലീസ് എന്നിവർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കർഷക കോൺഗ്രസിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ ഉടനെയൊന്നും പരിഹരിക്കാനാവില്ല എന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.